അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അടുത്തൊരു ചാപ്റ്റർ ആയിട്ടുള്ള ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ചാപ്റ്റർ ആണ്. അതായത് ABC ക്വസ്റ്റ്യൻ പോലെ തന്നെ 10 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കൂടുതൽ അധികം കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് ഇല്ല. അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ എടാ, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാനേജേരിയൽ ഡിസിഷൻസ് എടുക്കുകയാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കലാണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടേംസിൽ ആ ഡിസിഷൻസിനെല്ലാം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി, ഡിസിഷൻ അണ്ടർ റിസ്ക്, ഡിസിഷൻ അണ്ടർ അൺസെർട്ടനിറ്റി. എന്താ ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാല്? എടാ, ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാല് എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ളത്. ഇനി നമ്മൾ ധൈര്യമായിട്ട് എന്താ എടുത്തു കൊടുത്താൽ മാത്രം മതി, ഡിസിഷൻ എടുത്തു കൊടുത്താൽ മാത്രം മതി. അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിസിഷൻ അണ്ടർ റിസ്കോ, ഇത് നമ്മുടെ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ പിന്നെ പറയാം. ഇനി അപ്പൊ എന്താ ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാല്? ഇവിടെ നമുക്കുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് അവിടെ ഒരു അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ പറയാനായിട്ട് പറ്റൂല. അങ്ങനത്തെ ഡിസിഷൻസിനെ എന്തെന്ന് പറയുന്നത്? ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷനും അവൈലബിൾ ആണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ഇൻഫർമേഷനും അവൈലബിൾ അല്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഫസ്റ്റ് നമുക്ക് ഡിസിഷൻ അണ്ടർ സെർട്ടനിറ്റിയെ കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. കാരണം എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് എടുത്താൽ മതി? ഡിസിഷൻ എടുത്താൽ മാത്രം മതി. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയെ കുറിച്ച് മാത്രമാണ്. അതിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി, അതായത് കുറെ അൺസർട്ടനിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് ഉള്ളത്. അതായത് അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് 5 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 5 ക്രൈറ്റീരിയ പ്രകാരം അൺസർട്ടനിറ്റിയുടെ കേസിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. ഈ 5 ക്രൈറ്റീരിയ നമുക്ക് മെറ്റീരിയൽ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി ആണ്. ആ ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റിയിൽ എത്ര ക്രൈറ്റീരിയ ഉണ്ട്? 5 ക്രൈറ്റീരിയ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്, 5 ക്രൈറ്റീരിയ പഠിക്കാനുണ്ട്. ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന ക്രൈറ്റീരിയ ആണ് ഹർവിക്സ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് റിയലിസം എന്നൊക്കെ ഇതിന് വിളിപ്പേരുണ്ട്. എന്തൊക്കെ വിളിക്കാം? ഹർവിക്സ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് റിയലിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇതിനെ വെയിറ്റഡ് ആവറേജ് ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടേം പഠിക്കാനായിട്ടുണ്ട്. ആ ടേം ആണ് ആൽഫ, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് റിയലിസം എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ടേം ആണ് ആൽഫ, അല്ലെങ്കിൽ അതിന് എന്തെന്ന് വിളിക്കും? കോഎഫിഷ്യന്റ് ഓഫ് റിയലിസം എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, എപ്പോഴും ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 0യുടെയും 1ന്റെയും ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. നമ്മൾ ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി ആണ് പഠിക്കുന്നത്. അതിൽ തന്നെ 5 ക്രൈറ്റീരിയ നമുക്ക് പഠിക്കാനുണ്ട്. ആ 5 ക്രൈറ്റീരിയ പഠിച്ചാൽ ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ഹർവിക്സ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അതിനെ ക്രൈറ്റീരിയ ഓഫ് റിയലിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇതിനെ വെയിറ്റഡ് ആവറേജ് ക്രൈറ്റീരിയ എന്ന് വിളിക്കും. ഇവിടെ നമ്മളൊരു കോഎഫിഷ്യന്റ് പഠിക്കാനായിട്ടുണ്ട്. ആ കോഎഫിഷ്യന്റിനെ വിളിക്കുന്ന പേരാണ് ആൽഫ, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് റിയലിസം. ഈ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? 0 തൊട്ട് 1 വരെ ആയിരിക്കും. ഇനി ഇതും നിങ്ങൾ പഠിക്കുന്ന ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. അതായത് ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ നിങ്ങൾ അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ മാക്സിമൈസേഷൻ, അതായത് പ്രോഫിറ്റ് മെട്രിക്സോ പേ ഓഫ് മെട്രിക്സോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമൈസേഷന്റെ പ്രോബ്ലം ചെയ്യാറുണ്ട്. കോസ്റ്റ് മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ മിനിമൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്. മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യനും മിനിമൈസേഷന്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ മെട്രിക്സിൽ, അതായത് അസൈൻമെന്റിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല. അപ്പോ നമുക്ക് ആദ്യം ഹർവിക്സ് റിയാക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. ഓക്കെ അല്ലേ? ഹർവിക്സ് റിയാക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണം, ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഹർവിക്സ് റിയാക്ഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടിയുള്ളതെന്ന് വെച്ചാല്, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? കുറെ ഈവന്റ്സ് പറഞ്ഞിട്ടുണ്ട്. N1, N2, N3, N4 എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഈവന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ അൾട്ടർനേറ്റീവ്സും പറഞ്ഞിട്ടുണ്ട്. അതായത് കറക്റ്റ് ആയിട്ട് ഏത് ഡിസിഷൻ വേണമെന്നുള്ളത്, S1, S2, S3, S4. അപ്പൊ എന്തൊക്കെ പറയുന്നുണ്ട്? ഓരോ ഈവന്റ്സ് പറയുന്നുണ്ട്, അതുപോലെ ഓരോ അൾട്ടർനേറ്റീവ്സും പറയുന്നുണ്ട്. ഇത്രേ ഡേറ്റ തന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഹർവിക്സ് ക്രൈറ്റീരിയ അനുസരിച്ച്, ഏത് ക്രൈറ്റീരിയയാണ്? ഹർവിക്സ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
ബെസ്റ്റ് ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് ഏതാണെന്ന് ചൂസ് ചെയ്യണം. S1 ആണോ, S2 ആണോ, S3 ആണോ, S4 ആണോ, ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ആക്ട് എന്ന് ചൂസ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് ഹർവിക്സ് ക്രൈറ്റീരിയ ആണെങ്കിൽ രണ്ട് രീതിക്ക് പ്രോബ്ലം ചെയ്യാം. മാക്സിമൈസേഷൻ ചെയ്യാം. മാക്സിമൈസേഷൻ ആണെങ്കിൽ എപ്പോഴും ക്വസ്റ്റിന് തന്നേക്കുന്ന മെട്രിക്സ് ഏത് മെട്രിക്സ് ആയിരിക്കും? പ്രോഫിറ്റ് മെട്രിക്സോ പേ ഓഫ് മെട്രിക്സോ ആയിരിക്കും. ഏത് മെട്രിക്സ് ആയിരിക്കും? പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് അല്ലേ നമ്മൾ എപ്പോഴും മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള മാട്രിക്സ് പ്രോഫിറ്റ് മെട്രിക്സോ പേ ഓഫ് മെട്രിക്സോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് ബെസ്റ്റ് അൾട്ടർനേറ്റീവ് എന്ന് എങ്ങനെ ചൂസ് ചെയ്യും? ഇവിടെ എങ്ങനെ ചൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്നതിൽ മാക്സിമം വാല്യൂ വേണം, മിനിമം വാല്യൂ വേണം, അതുപോലെ വെയിറ്റഡ് ഔട്ട്കം വേണം, വെയിറ്റേജ് ഔട്ട്കം വേണം. ഏതൊക്കെ വേണം? നമുക്ക് മാക്സിമം വാല്യൂ വേണം, മിനിമം വാല്യൂ വേണം, അതുപോലെ വെയിറ്റേജ് ഔട്ട്കം വേണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടത്തെ മാക്സിമം വാല്യൂ ഏതാണ്? 2000, 1000, 800, 0. ഇവിടത്തെ മാക്സിമം വാല്യൂ 2000. ഇവിടത്തെ മാക്സിമം വാല്യൂ 3000. ഇവിടത്തെ മാക്സിമം വാല്യൂ 4750. ഇവിടത്തെ മാക്സിമം വാല്യൂ 4000. ഇനി മിനിമം വാല്യൂ നോക്കാം. ഇവിടത്തെ മിനിമം വാല്യൂ എത്രയാണ്? 0. ഇവിടത്തെ മിനിമം വാല്യൂ എത്രയാണ്? 500. ഇവിടത്തെ മിനിമം വാല്യൂ എത്രയാണ്? -300. ഇവിടത്തെ മിനിമം വാല്യൂ എത്രയാണ്? -1250. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു? മിനിമം വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി മിനിമം വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കണം. വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ആൽഫ പ്ലസ് വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ആൽഫ പ്ലസ് മാക്സിമം പ്ലസ് 1 - ആൽഫ ഇൻറ്റു മിനിമം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആൽഫ പ്ലസ് മാക്സിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ. അപ്പൊ ആൽഫയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതാ ഇവിടെ തന്നിട്ടുണ്ട്. ആൽഫ എത്രയെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്? 0.6 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഈവന്റിന്റെയും എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാം. ഓരോ ഈവന്റിന്റെ എന്ത് കണ്ടുപിടിക്കാടാ? വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാവേ. ഓരോ ഈവന്റിന്റെയും വെയിറ്റേജ് ഔട്ട്കം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്തു തുടങ്ങാം. അപ്പൊ വെയിറ്റേജ് ഔട്ട്കം ഓഫ് നമ്മുടെ അൾട്ടർനേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ആ അൾട്ടർനേറ്റീവിന്റെ അവിടുത്തെ വെയിറ്റേജ് ഔട്ട്കം എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫ എന്ന് പറയുന്നത് 0.6 പ്ലസ് അവിടുത്തെ മാക്സിമം വാല്യൂ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയെന്ന്? മാക്സിമം വാല്യൂ നമ്മൾ 2000 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇക്വേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആൽഫ പ്ലസ് എന്നല്ല, ആൽഫ ഇൻറ്റു എന്നാണ്. ആൽഫ പ്ലസ് എന്നല്ല, നമ്മളിവിടെ ആൽഫ ഇൻറ്റു എന്നാണ്. ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. അപ്പോൾ 0.6 ഇൻറ്റു മാക്സിമം വാല്യൂ എത്രയാണ്? 2000 പ്ലസ് 1 - ആൽഫ. 1 - 0.6 എന്ന് പറഞ്ഞാൽ 0.4. അവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ്? 0. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1200. ഓക്കെ, ഇനി നമുക്ക് അൾട്ടർനേറ്റീവ് 2ന്റെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് അൾട്ടർനേറ്റീവ് 2ന്റെ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര കിട്ടുമെന്ന് നോക്കാവേ. അൾട്ടർനേറ്റീവ് 2ന്റെ അവിടെയും ആൽഫ 0.6, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം വാല്യൂ എത്രയാണ്? 3000 അല്ലേ മാക്സിമം വാല്യൂ? മാക്സിമം വാല്യൂ 3000 പ്ലസ് 0.4 ഇൻറ്റു 500. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. അതുപോലെ ഇനി നമുക്ക് ഏതിന്റെ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിക്കാം? മൂന്നാമത്തെ അൾട്ടർനേറ്റീവിന്റെ വെയിറ്റഡ് ആവറേജ് അല്ല, വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? 0.6 ഇൻറ്റു മാക്സിമം വാല്യൂ പ്ലസ് 1 - ആൽഫ, അതായത് 0.4 ഇൻറ്റു മിനിമം വാല്യൂ -300. അപ്പൊ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 2730 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വെയിറ്റേജ് ഔട്ട്കം ഓഫ് അൾട്ടർനേറ്റീവ് 4ന്റെ വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫ ഇൻറ്റു അവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 4000 പ്ലസ് 1 - ആൽഫ ഇൻറ്റു അവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1250 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 1900 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിച്ചു. ആദ്യത്തെ കേസിലെ വെയിറ്റേജ് ഔട്ട്കം എത്രയാണ്? 1200 എന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കേസിലെ വെയിറ്റേജ് ഔട്ട്കം എത്രയെന്ന് കണ്ടുപിടിച്ചു? 2000 എന്ന് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ കേസിലെ വെയിറ്റേജ് ഔട്ട്കം എത്രയെന്ന് കണ്ടുപിടിച്ചു? 2730 എന്ന് കണ്ടുപിടിച്ചു. നാലാമത്തെ കേസിലെ 1900 എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഏതാണ് ബെറ്റർ ഔട്ട്കം ആയിട്ട് എടുക്കേണ്ടിയുള്ളത്? ഏത് ആൾട്ടർനേറ്റീവ് നമ്മൾ ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇതുപോലൊരു മാട്രിക്സ് തന്നിട്ട് ഹർവിക്സ് മോഡൽ അല്ലെങ്കിൽ ഹർവിക്സ് ക്രൈറ്റീരിയൻ അനുസരിച്ച് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് എന്ന് ചോദിച്ചാൽ മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ നോക്കണം. അതായത് ക്വസ്റ്റ്യന് തന്നേക്കുന്നത് പ്രോഫിറ്റ് മെട്രിക്സോ പേ ഓഫ് മെട്രിക്സോ ആണോ എന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പ്രോഫിറ്റ് മെട്രിക്സോ പേ ഓഫ് മെട്രിക്സോ ആണെങ്കിൽ മാക്സിമം വാല്യൂ വരുന്നത് ഏതാണോ ആ ആൾട്ടർനേറ്റീവ് ആയിരിക്കും ബെറ്റർ. ഇവിടെ വെയിറ്റേജ് ഔട്ട്കം മാക്സിമം വരുന്നത് എവിടെയാണ്? S3 അല്ലേ? അപ്പൊ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് S3 ചൂസ് ചെയ്യുന്നതായിരിക്കും.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഹർവിക്സ് മെത്തേഡ്. ഹർവിക്സ് മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം വാല്യൂ മെട്രിക്സിന്റെ കണ്ടുപിടിക്കണം, മിനിമം വാല്യൂവും കണ്ടുപിടിക്കണം, എന്നിട്ട് വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കണം. മാക്സിമൈസേഷന്റെ കേസിൽ വെയിറ്റേജ് ഔട്ട്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ. അങ്ങനെ വെയിറ്റേജ് ഔട്ട്കം ഓരോന്നിന്റെ കണ്ടുപിടിച്ചിട്ട് ആ വെയിറ്റേജ് ഔട്ട്കം, ഇത് മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെയിറ്റേജ് ഔട്ട്കം ഏറ്റവും മാക്സിമം വരുന്ന അൾട്ടർനേറ്റീവ് ആയിരിക്കും ബെസ്റ്റ് അൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പൊ എല്ലാവർക്കും മാക്സിമൈസേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമൈസേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ചെയ്യാനായിട്ടുള്ളത് മിനിമൈസേഷൻ ചെയ്യാം. ഏത് ചെയ്യാടാ? മിനിമൈസേഷൻ. ഈ സെയിം മെട്രിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം മിനിമൈസേഷൻ. വേറെ മെട്രിക്സിലോട്ട് നമുക്ക് പോകേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഏതിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മിനിമൈസേഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഏത് മെട്രിക്സ് ആയിരിക്കും? കോസ്റ്റ് മെട്രിക്സ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോ മിനിമൈസേഷൻ ആണെങ്കിൽ ഏത് മെട്രിക്സ്? കോസ്റ്റ് മെട്രിക്സ്. കാരണം കോസ്റ്റ് നമ്മൾ എപ്പോഴും എന്താക്കാനേ നോക്കുള്ളൂ, കുറയ്ക്കാനായിട്ടല്ലേടാ നോക്കുള്ളൂ. അപ്പൊ ഇവിടെയും സംഭവം എന്താ ചെയ്യേണ്ടിയുള്ളത്? ഇവിടെയും സംഭവം ചെയ്യാനായിട്ടുള്ളത്, ഇത് മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം, രണ്ടാമത് നിങ്ങൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം, എന്നിട്ട് മൂന്നാമത് വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കണം. ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ്? 0. ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ്? 500. ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ്? -300. ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ്? -1250. ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണ്? 2000. ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണ്? 3000. ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണ്? 4750. ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണ്? 4000. ഓക്കെ, ഇനി വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കണം. ഇവിടെ വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുവാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. നേരത്തെ എഴുതി ഇക്വേഷൻ ഒന്ന് തിരിച്ചു വരും. അപ്പൊ മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇക്വേഷനിൽ എങ്ങനെ വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കും? ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാവേ ഓരോന്നിന്റെയും വെയിറ്റേജ് ഔട്ട്കം. അപ്പൊ ഇത് മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, അത്ര നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം അൾട്ടർനേറ്റീവ് S1ന്റെ വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കാം. ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ 0 പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ 2000. അപ്പൊ നമുക്ക് 800 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ അൾട്ടർനേറ്റീവിന്റെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. അപ്പൊ എത്രയെന്ന് കിട്ടും? 1500 എന്ന് കിട്ടും. അടുത്തത് മൂന്നാമത്തത് എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. എത്രയെന്ന് കിട്ടും? 1720. അടുത്തത് നാലാമത്തതിന്റെ കണ്ടുപിടിക്കാം, S4. അതും എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. അപ്പൊ എത്രയെന്ന് കിട്ടൂടാ? എനിക്ക് തോന്നുന്നു 1000 സംതിങ് കിട്ടുമായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. 850 കിട്ടും. ഓക്കെ, 850 കിട്ടും. അപ്പൊ നമുക്കത് കിട്ടി. ഇനി നേരെ കൊണ്ടുവന്നിട്ട് നമുക്കത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ വെയിറ്റേജ് ഔട്ട്കം, ആദ്യത്തെ കേസ് എത്ര കിട്ടി? 800 എന്ന് കിട്ടി. രണ്ടാമത്തെ കേസ് എത്രയെന്ന് കിട്ടി? അല്ല, ആദ്യത്തെ കേസിൽ 800 അല്ലല്ലോടാ. ഒന്നുകൂടെ നമ്മൾ ഇവിടെ ആദ്യത്തെ കേസിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. ആദ്യത്തെ കേസിൽ ഫിഗർ എഴുതിയത് തെറ്റിപ്പോയി. പ്ലസ് ഇത് കറക്റ്റ് തന്നെ, നമ്മൾ ഇവിടെ അല്ലേ എഴുതിയത്? കറക്റ്റ് തന്നെ നമ്മൾ ചെയ്തത് കറക്റ്റ് തന്നെ. ആദ്യത്തെ കേസിൽ 800 കറക്റ്റ് തന്നെ കിട്ടിയത്. ഞാൻ താഴത്തെ നോക്കിയിട്ടാണ് എഴുതിയത്. അടുത്തത് 1500 കിട്ടി, 1720 കിട്ടി, 850 കിട്ടി. ഇനി ഇതിലേതാണ് ബെസ്റ്റ് അൾട്ടർനേറ്റീവ് എന്ന് എങ്ങനെ ചൂസ് ചെയ്യും? എടാ, ഇത് മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണോ വെയിറ്റേജ് ഔട്ട്കം മിനിമം വരുന്നത് ആ അൾട്ടർനേറ്റീവ് ആയിരിക്കും ബെസ്റ്റ്. അപ്പൊ ഇവിടുത്തെ ബെസ്റ്റ് അൾട്ടർനേറ്റീവ് ഏതായിരിക്കും? S1 ആയിരിക്കും. കാരണം S1 മിനിമം വെയിറ്റേജ് ഔട്ട്കം വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബെസ്റ്റ് അൾട്ടർനേറ്റീവ് ഏതായിരിക്കും? S1 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ ഹർവിക്സ് കണ്ടീഷൻ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം ആണോ മിനിമം ആണോ നോക്കുക. ഏതായാലും വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കണം. മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെയിറ്റേജ് ഔട്ട്കം എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ. ഇനി മിനിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ വെയിറ്റേജ് ഔട്ട്കം കണ്ടുപിടിക്കും? ആൽഫ ഇൻറ്റു മിനിമം വാല്യൂ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിക്കൊള്ളടാ. ഈ ചെയ്തതുപോലെ ചെയ്യാനുള്ളത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഹർവിക്സ് മെത്തേഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോ ഈ സെഷൻ കഴിഞ്ഞു.